മൂന്നെണ്ണം അടിച്ചോട്ടെ. ജർമ്മനി ഞാൻ ജർമ്മനിയാണ്. സത്യസന്ധമായി കളി എങ്ങനെ കളി നല്ല ആസ് എ ഫുട്ബോൾ ഫാൻ നല്ല കളിയാണ് കളിച്ചത്. മെസ്സി ഹാട്രിക് അടിച്ചു. 15 ഗോളുമായി റെക്കോർഡ് എംബാപ്പയുടെ കൂടെ 16 ഗോൾ 16 ക്ലോസ്. ജർമ്മനിയുടെ ക്ലോസ് 16 ഗോൾ. ഓക്കെ, പക്ഷെ ജർമ്മനിക്കെതിരെ മെസ്സിക്ക് ഒരു റെക്കോർഡും ഇല്ല. ജർമ്മനിക്ക് 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ജർമ്മനിക്കെതിരെ തോറ്റു. 2010 4-0 ജർമ്മനിക്കെതിരെ തോറ്റു. ഈ മെസ്സി തന്നെ തോറ്റേ 2006 പെനാൽറ്റി ഷൂട്ടൗട്ടില് അന്നും ജർമ്മനിക്കെതിരെ അർജന്റീന തോറ്റു. ജർമ്മനി ഇന്നത്തെ കളി വളരെ നല്ല കളിയാണ്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിലേറെ മനോഹരമായിരുന്നു ജർമ്മനിയുടെ കളി. 7-1 ജർമ്മനി. മറ്റേ നിങ്ങൾ ആദ്യം കളിയുടെ മുന്നേ ആദ്യം ചോദിച്ചു എന്താണ് ഞങ്ങൾ ആത്മവിശ്വാസത്തിന്റെ രഹസ്യം എന്താണെന്ന്. അത് ഇതാ മെസ്സി ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നു. ഈ കളിയിൽ ഫസ്റ്റ് കളിയിൽ തന്നെ ഹാട്രിക് അടിച്ചുകൊണ്ട് മെസ്സിയുടെ ഇക്കൊല്ലത്തെ വരവ് അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ബിരിയാണി. ഞങ്ങൾക്കറിയാലോ ഇത്രയും കോൺഫിഡൻസിൽ വേറെ ഒരു പ്ലെയറിന്റെ ഫാൻസിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതായത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പുലർച്ചെ 6 മണി മുതൽ ഇവിടെ ബിരിയാണി വിതരണം ഉണ്ടായിരുന്നു. മട്ടൻ ബിരിയാണി ആയിരുന്നു വിതരണം ചെയ്തിരുന്നത്. അല്ല, ഈ രീതിയിൽ തന്നെ പോകുന്ന നേരത്തെ കോൺഫിഡൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ ബന്ധപ്പോൾ അപ്പോൾ തന്നെ പറഞ്ഞു മെസ്സി ഹാട്രിക് അടിക്കുന്നു പറഞ്ഞു. അടിച്ചില്ലേ? മെസ്സി ഹാട്രിക് അടിച്ചിരിക്കുന്നു. മട്ടൻ ബിരിയാണി വിളമ്പി, ഗോട്ട് ബിരിയാണി വിളമ്പി. ഗോട്ട് അവിടെ എന്താന്ന് കാണിച്ചു തന്നു. മെസ്സി ബിഷിയായി അമേരിക്കയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മെസ്സി ഒരു സൂചന നൽകിയിട്ടുണ്ട്. ഈ വേൾഡ് കപ്പും മെസ്സിയുടെ കയ്യിൽ ഭദ്രമാണ്. ആരും ഇത് കണ്ട് മോഹിച്ചാൽ നിൽക്കണ്ട, പ്രത്യേകം പറയുന്നു. മെസ്സി 3 അടിച്ചത് പോരാളിയാ. മെസ്സി 3 അടിച്ചോട്ടെ. ജർമ്മനി ഞാൻ ജർമ്മനിയാണ്. സത്യസന്ധമായി കളി എങ്ങനെ കളി നല്ല ആസ് എ ഫുട്ബോൾ ഫാൻ നല്ല കളിയാണ് കളിച്ചത്. മെസ്സി ഹാട്രിക് അടിച്ചു. 15 ഗോളുമായി റെക്കോർഡ് എംബാപ്പയുടെ കൂടെ 16 ഗോൾ 16 ക്ലോസ്. ജർമ്മനിയുടെ ക്ലോസ് 16 ഗോൾ. ഓക്കെ, പക്ഷെ ജർമ്മനിക്കെതിരെ മെസ്സിക്ക് ഒരു റെക്കോർഡും ഇല്ല. ജർമ്മനിക്ക് 2014 വേൾഡ് കപ്പ് ഫൈനലിൽ ജർമ്മനിക്കെതിരെ തോറ്റു. 2010 4-0 ജർമ്മനിക്കെതിരെ തോറ്റു. ഈ മെസ്സി തന്നെ തോറ്റേ 2006 പെനാൽറ്റി ഷൂട്ടൗട്ടില് അന്നും ജർമ്മനിക്കെതിരെ അർജന്റീന തോറ്റു. ജർമ്മനി ഇന്നത്തെ കളി വളരെ നല്ല കളിയാണ്, നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അതിലേറെ മനോഹരമായിരുന്നു ജർമ്മനിയുടെ കളി. 7-1 ജർമ്മനി. മറ്റേ അടുത്ത പോയിന്റ്, അതായത് മെസ്സി ഹാട്രിക് അടിച്ചോടുകൂടി വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയെന്ന ക്ലോസയുടെ 16 ഗോളിനൊപ്പം എത്തിയിരിക്കുന്നു. ഒരു പെലേക്കും ഒരു മറഡോണയ്ക്കും ഒരു സിദാനും നേടാൻ പറ്റാത്ത ചരിത്ര നേട്ടത്തിനൊപ്പം എത്തിയിരിക്കുന്നു. മെസ്സിയാണ് എൻഡിങ്, ഫുട്ബോളിന്റെ അവസാന വാക്ക് മെസ്സി എന്ന്. ഒരു ഗോളിനപ്പുറം ഈ ഒരു ഗോളോട് കൂടി മെസ്സി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അവസാനം അടിവരയിടുന്നു. ഇതാണ് ചരിത്രമായിരിക്കും തീർച്ചയായിട്ടും. ഏതായാലും ഇന്നത്തെ കളി കണ്ട സെറ്റ് കളിയാണ്. ഒരു കുഞ്ഞ ആരാധകനാണ്, പോർച്ചുഗൽ ആരാധകനാണ്. പക്ഷെ ഇന്നത്തെ കളി ഓക്കെയാണ്. സന്തോഷമുണ്ട്. എല്ലാ ടീമും എല്ലാ ആരാധകരും ഇവിടെ ക്ലബിലുണ്ട്. കളി അങ്ങനെ കളി കുഴപ്പമില്ല. ഇരുന്നോ കളി കണ്ടോ? ഒരു പോർച്ചുഗൽ കളി നല്ല ഏതായാലും കളി അതിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ ആവേശവും ഉദ്യോഗസ്ഥനുമാണ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഓരോ ക്ലബ്ബുകളും, പ്രത്യേകിച്ച് മലപ്പുറത്തെ. ഏതായാലും ആവേശത്തിലാണ്. ഇനിയിപ്പം ഈ വിജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ പരിപാടികൾ എങ്ങനെ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കളി തുടങ്ങുന്നതിന് മുന്നേ ബിരിയാണി കൊടുത്ത ആളുകളാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു വേൾഡ് കപ്പിലും ഞങ്ങൾ കൊടുത്താണ്. ഇപ്രാവശ്യം നിങ്ങൾ കണ്ടല്ലോ, കളി തുടങ്ങുന്നതിന് മുന്നേ, വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ മട്ടൻ ബിരിയാണി കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കളിയുടെ അവസാനം ഞങ്ങൾക്ക് ആദ്യമേ അറിയാം. ഈ പ്രാവശ്യം ബാക്ക് ടു ബാക്ക് ഇറ്റലിക്കും ബ്രസീലിനും ശേഷം അർജന്റീന ബാക്ക് ടു ബാക്ക് 2 വേൾഡ് കപ്പ് അടിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത്, അർജന്റീന ആരാധകർ. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഇവർ ഈ ക്ലബിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഇവിടെ ഫ്ലക്സ് വെക്കുന്നതിന് മുമ്പ്, അതായത് ന്യൂ യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഫ്ലക്സ് വെക്കുന്നതിന് പകരം ആ പണം കൊണ്ട് ആട് ബിരിയാണി നൽകിക്കൊണ്ട് നാട്ടുകാർക്ക് എല്ലാവരും വിതരണം ചെയ്യുന്നത്. പക്ഷെ ആ ബിരിയാണി വെച്ചത് വെറുതെ ആയി പോയില്ല എന്ന് കൂടി ഇപ്പോൾ അർജന്റീന ആരാധകർ പറയുകയാണ്.